ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് തലേ ദിവസമൊക്കെ ബാക്കി വന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഉപ്മാവ് ഉണ്ടാക്കാം. നമുക്ക് ഈവനിങ് സ്നാക്സായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉപ്മാവാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് സവാളയാണ്. സവാള നമ്മൾ ചെറുതായിട്ട് അരിയണം. അതായത് കുനുകുനേന്ന് അരിഞ്ഞിട്ട് ഉള്ള സവാളയാണ് നമുക്കിതിൽ ആവശ്യം. അപ്പോൾ നമുക്ക് സവാളയും ഒരു പച്ചമുളകും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് കിട്ടും. പച്ചമുളകും വേണം. പച്ചമുളകും ചെറുതായിട്ട് വേണം അരിയാൻ. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ കടുക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടലപ്പരിപ്പും ജീരകമാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ ചെറുതായിട്ട് പൊടിക്കണം. അതായത് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയേനാക്കിയിട്ടുണ്ട്. പിന്നെ 2 മുട്ട എടുക്കുന്നുണ്ട്. അതാണ് ഇതിൽ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് കടലപ്പരിപ്പും ജീരകവും കറിവേപ്പിലയും നമുക്കതിലോട്ട് ആഡ് ചെയ്യാം. അതൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി അതിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പ് അതിലോട്ട് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എല്ലാം ആയ ശേഷം കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട ശേഷം നമുക്കതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മതി. പിന്നെ കാശ്മീരി ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം എരിവ് വേണ്ട ഇതിന്. അപ്പോൾ നമ്മൾ കുറച്ച് കാശ്മീരി കളറിനാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മളതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഓവർ കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അതിനുശേഷം അതിലോട്ട് നമുക്ക് ഇഡ്ഡലി, നമ്മൾ പൊടിയായിട്ട് വെച്ച ഇഡ്ഡലി നമ്മളൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മസാല നന്നായിട്ട് ഇഡ്ഡലിയിൽ മിക്സ് ആക്കണം. ഒരു 5 മിനിറ്റ് ആ ചൂടിൽ വയ്ക്കാം. ഓൾറെഡി ഇഡ്ഡലി കുക്കായതുകൊണ്ട് നമുക്ക് അത് ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ഇഡ്ഡലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മളിവിടെ പറഞ്ഞത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.